ഹലോ, ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് സൺഡേ ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. കാലത്ത് നമ്മൾ ബീച്ചിൽ പോയെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഷോർട്സിൽ. ബീച്ചിൽ പോയപ്പോഴാണ് നമ്മൾ മീൻ വാങ്ങിയത്. മീൻ വാങ്ങി അവിടെ നിന്ന് വെട്ടാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവിടെ നിറച്ച ആളായിരുന്നു. അപ്പോൾ കുറേ ലേറ്റ് ആകും, പിന്നെ നമുക്ക് റൂമിലും വരണം, അതുകൊണ്ടിട്ട് റൂമിൽ വന്നിട്ട് വെട്ടാമെന്ന് വെച്ചു. ഇത് പിന്നെ അമൃത നമ്മുടെ കൂടെ റൂമിലുണ്ടായിരുന്നായിരുന്നു. അവൾക്ക് ടൈഫോയിഡും പനിയും വന്നിട്ട് അവളിപ്പോൾ നാട്ടിലേക്ക് പോയിക്കുവാണ്. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇനിയിപ്പോൾ ഒരു 1 വീക്ക് റെസ്റ്റ് കൂടിയാണ് അവൾക്ക് പറഞ്ഞേക്കുന്നത്. അതുകൂടി കഴിഞ്ഞിട്ട് അവൾ തിരിച്ചിവിടെ വരും. അപ്പോൾ അവൾ നമുക്കൊരു ഹായ് തരുവാണ് എല്ലാവർക്കും. ഇനിയുള്ള വീഡിയോസിൽ അവളും കാണും. ഇത് അനുശ്രീൻ്റെ അടുക്ക ഞാൻ തൈരിൽ ഉപ്പ് നോക്കാൻ പറഞ്ഞു വിട്ടയാണ്. അവൾ ഉപ്പ് നോക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ ചുമ്മാ അഭിനയിക്കുക, അതിലൊരു തുള്ളി ഉപ്പില്ല. എന്നിട്ട് തൈരിൽ ലാസ്റ്റ് കഴിക്കാൻ നേരം ഉപ്പിട്ട് നമ്മൾ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കോവയ്ക്കത്തോരൻ വെക്കാമെന്ന് വെച്ചാൽ കോവയ്ക്കൽ തോരനായിട്ട് അവളത് എണ്ണയിലോട്ട് ഇടുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കടുക് പൊട്ടിക്കുന്നില്ലേന്ന്. അപ്പോൾ അവൾ ചോദിച്ചു കടുക് പൊട്ടിക്കണോ? ഉപ്പേരിക്ക് കടുക് പൊട്ടിക്കത്തില്ലല്ലോ. അവരിതിനെ ഉപ്പേരി എന്നാണ് പറയുന്നത്. കോവയ്ക്കത്തോരൻ എന്ന് നമ്മൾ പറയും. തേങ്ങ ഇടുന്നതിനും അല്ലാതെ ഫ്രൈ ആക്കുന്നതിന് ഒരു ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളങ്ങനെ കോവയ്ക്കത്തോരൻ വെച്ചിട്ട് അതിൻ്റെ കഥകളൊക്കെ പറയുവാണ്. പിന്നെ അപ്പോൾ അനുശ്രീ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെയും കടുക് പൊട്ടിക്കുക. അവൾ കണ്ണൂരാണ്. അനുശ്രീ അമൃതയും കണ്ണൂർ, ഫെബി താനൂർ മലപ്പുറത്തും, ഞാനും സ്വാതി ആലപ്പുഴയിലുമാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ പൊരിക്കാമെന്ന് വെച്ചു. മീൻ അനുശ്രീ ക്ലീൻ ആക്കി തന്നു. ഞാനതിൽ മസാല തേച്ച് ഫെബി അത് ഫ്രൈ ചെയ്യുന്നു. സൺഡേ നമുക്ക് ഡ്യൂട്ടി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യണം, അങ്ങനെയാണ്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ചെയ്യണം. ഓരോ ദിവസമാണ് ഓരോരുത്തർക്കും കിച്ചണിൽ കയറേണ്ടത്. സൺഡേ സാറ്റർഡേ നമുക്ക് ഓഫാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മീൻ ബീച്ചിൽ പോയപ്പോൾ വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ, മീൻ ഫ്രൈ ചെയ്യുവാണ്. അവളത് ഫുള്ള് പാനിലേക്ക് ഫുള്ള് അവൾ ഇടുന്നുണ്ട്. ഞാനത് പറഞ്ഞു രണ്ടായിട്ട് നമുക്കിത് പൊരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ടടി ഇത് ഒന്നിച്ചിടുക, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അവളത് അവളെന്നിട്ട് പറയുന്നുണ്ട് ഇതിലൊരു ഡയലോഗ്. ഞാനത് പക്ഷേ ഓഡിയോ മ്യൂട്ടാക്കി കൊണ്ടിട്ട് അത് കേൾക്കുന്നില്ല. അവൾ പറഞ്ഞിട്ടുണ്ട് ചാള അടുക്കിയിടുക, മത്തി അടുക്കിയിട്ടെന്നൊരു ഡയലോഗില്ല, അതാണ് ഈ കാണുന്നത്. അങ്ങനെ അവൾ ആ ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. പിന്നെ കറിവേപ്പില നമ്മൾ ഓൾറെഡി താഴെ എണ്ണയിലിട്ടായിരുന്നു. അങ്ങനെ മീൻ പൊരിക്കുന്നുണ്ട്. മീൻ പൊരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് അടുപ്പിൽ തന്നെ കോവയ്ക്ക തോരൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനെല്ലാം മുന്നേ നമ്മളിതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അരി അടുപ്പത്തിട്ടായിരുന്നു. അതാണ് ആ സൈഡിൽ അടച്ചിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ താഴെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് പിന്നെ സ്വാതി നാട്ടിൽ നിന്ന് വന്നിട്ട് അവളുടെ ഷെൽഫൊക്കെ അവളൊന്ന് ക്ലീൻ ചെയ്യുവാണ്. അവൾക്ക് ഹൈബ്രിഡായിട്ടാണ് ജോലി. 1 മന്ത് വർക്ക് ഫ്രം ഹോം, 1 മന്ത് വർക്ക് ഫ്രം ഓഫീസ്, അങ്ങനെയാണ്. പിന്നെ ഇത് നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളതാണ്. പിന്നെ നമ്മൾ ചോറിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ ചമ്മന്തിക്കുള്ള ഉള്ളി മുളക് പൊടി ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ പുളി തേങ്ങയും കൂടി വെച്ചിട്ടാണ് നമ്മളത് അരയ്ക്കുന്നത്. പിന്നെ ഇത് മോര് കാച്ചാനായിട്ട് ഞാൻ മോര് കാച്ചാന്ന് പറഞ്ഞു. വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ മോര് കാച്ചാന്ന് പറഞ്ഞു. ഇവർ മോര് കാച്ചുമല്ല, അതായത് ഇവർ എണ്ണയിൽ മറ്റേ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ട് തൈര് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ ഫ്രൈ ചെയ്ത സാധനം തൈരിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് എടുക്കുക, അങ്ങനെ ചെയ്യുന്നത്. അത് നല്ലൊരു ടേസ്റ്റ്. കാരണം അവർ പറഞ്ഞു തൈര് എങ്ങനെ വെറുതെ കൂട്ടും, അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടേന്ന് അവർ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് കറിയൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ വെക്കുന്ന രീതിയിൽ ഞാൻ മോര് കാച്ചാന്ന് പറഞ്ഞു. മോര് കാച്ചട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു മോര് കാച്ചുക അതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോരാക്കി തരാം, വീട്ടിൽ വെക്കുന്ന രീതിയിലാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഞാനിങ്ങനെ ചെയ്ത് വറവിട്ടിട്ട് ഞാനതിലേക്ക് കുറച്ച് അത് കാണിക്കുന്നില്ല, ഞാൻ മറ്റേ പൊടി ഉണ്ടല്ലോ കായപ്പൊടി അതും ഇടുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തിരിച്ച് ആ പാത്രത്തിൽ മറ്റേ തൈരിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അതാക്കി കഴിയുമ്പോഴത്തേക്കും ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. അതിന് നമ്മുടെ റൂമിൽ മിക്സി ഇല്ല, അതിനവർ മുകളിലേക്ക് പോവുകയാണ്. മുകളിലത്തെ ചേച്ചി കുറച്ച് നമ്മളുമായിട്ട് നല്ല സഹകരണമുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി അരച്ച് തരും. നമ്മളിങ്ങനെ എന്തെങ്കിലും അരയ്ക്കണമെങ്കിലൊക്കെ മുകളിൽ കൊണ്ടുപോകും. അങ്ങനെ ചേച്ചി ചമ്മന്തി അരച്ച് തന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞായിരുന്നു. മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ചമ്മന്തിയാക്കി, മോര് കാച്ചി, പിന്നെ കുറച്ച് അച്ചാർ സ്വാതി കൊണ്ടുവന്നുണ്ടായിരുന്നത് മീനച്ചാറാണ്. പിന്നെ ഇത്രയേ ഉള്ളിടത്ത് ആഡംബരമല്ല, അതുകൂടി വെക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അതവിടെ വെച്ച്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് ഓടിക്കാമെന്ന് വെച്ചു. അങ്ങനെ മീനിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മീനച്ചാറ് തൊട്ടിട്ടില്ല. പിന്നെ മാങ്ങയച്ചാറും ഉണ്ടായിരുന്നു, അതും നമ്മൾ എടുത്തില്ല. ഇത്രയേ ഉള്ളിടത്ത് അതവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ ഇതെല്ലാം ഞാനാണിപ്പോൾ വിളമ്പുന്നത്. വിളമ്പിയിട്ട് അവർ ജെനുവിൻ അഭിപ്രായം ഇപ്പോൾ പറയും.
നമുക്ക് കോവയ്ക്ക കുറച്ചെടുത്ത്, കുറച്ച് മുട്ട എടുത്ത്, കുറച്ച് ചമ്മന്തിയും വെച്ച്, കുറച്ച് മീൻ പൊരിച്ചതും അതിൻ്റെ കൂടെ വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരു വായ എടുത്ത്